ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 പുറത്തിറങ്ങിയ സ്റ്റാർ സിറ്റി മർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് തുടർച്ചയായിട്ട് കൊലപാതകങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ഒരു 4 പോലീസുകാർ വരാണ്. അങ്ങനെ അവരായാലും ആ ഒരു കേസ് അന്വേഷിച്ച് പകുതിയിൽ എത്തുമ്പോഴത്തേക്കും അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് അവർ കണ്ടുപിടിക്കുന്നത്. ഇതിനു ശേഷം ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചത്, ആ ഒരു കൊലയാളിയെ ഇവർ കണ്ടുപിടിച്ചു, സത്യത്തിൽ ഇവർ കണ്ടുപിടിച്ച ആ ഒരു കാര്യം എന്തായിരുന്നു എന്നെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവി. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു ക്രൈം സീനിലേക്ക് കാറിൽ വന്നിറങ്ങുന്ന നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഫ്രാങ്ക് അവൻ്റെ ഒരു ഡിറ്റക്റ്റീവാണ്. അതേസമയം തന്നെ ആ ഒരു ക്രൈം സീനിൽ ആൾറെഡി മറ്റൊരു ലേഡി ഡിറ്റക്റ്റീവ് ഉണ്ട്. അവരുടെ പേര് കേറ്റി. ഇപ്പോൾ കേറ്റിയും ഫ്രാങ്കും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേ ഇവരിപ്പോൾ അടുത്ത നാളായിട്ട് ഡിവോഴ്സ് വാങ്ങി നിൽക്കാണ്. അതുപോലെ ഹീറോ ആണെങ്കിലോ ഇപ്പോൾ നേരം വെളുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ഉറക്കത്തിൽ തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇത്രയും നേരത്തെ എന്തുകൊണ്ടാണ് എന്നോട് വരാൻ പറഞ്ഞു ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു ഹോംലെസ് ആയിട്ടുള്ള ആള് അയാളെയാണ് കൊല ചെയ്തിട്ടുള്ളത്. അപ്പോൾ മരിച്ച ആൾക്ക് വീടോ അഡ്രസ്സോ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം ഇപ്പോൾ എന്തായാലും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അങ്ങനെ മരിച്ചു കിടന്ന ആ ഒരാളുടെ ശരീരം ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് അവൻ തന്നെ ഞെട്ടുന്നത്. വേറൊന്നുമല്ല, മുഖത്ത് സ്കിൻ എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല, തലയോട് മാത്രമേ ഉള്ളൂ. പക്ഷെ ശരീരത്തിലാണെങ്കിൽ വേറെ മുറിവുകളൊന്നുമില്ല. ഏതോ ഒരു മൃഗം കടിച്ച് എടുത്തതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അതുപോലെ ഈ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം 36 മണിക്കൂർ കഴിഞ്ഞു. അതുപോലെ അട്ടോപ്സി ചെയ്ത് കഴിഞ്ഞാലേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ കഴിയൂ എന്നുള്ള രീതിയിൽ ആ ഒരു മെഡിക്കൽ എക്സാമിനർ ഉണ്ടല്ലോ, അയാൾ ഇങ്ങനെ പറയുന്നതും നമ്മുടെ ഫ്രാങ്ക് ആയാലും കേറ്റിയോട് പറയും ശരി ബാക്കി എന്തായാലും എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫ്രാങ്ക് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ടെറി ബുള്ളോക്ക് എന്ന് പറഞ്ഞിട്ട് 2 പേരെ കൂടി കാണിക്കുന്നുണ്ട്. ഇവർ 2 പേര് നമ്മുടെ ഹീറോയുടെ ടീമാണ്. അതുമല്ല ഇപ്പോൾ നടന്ന ആ ഒരു കേസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി സ്റ്റേഷനിലുള്ള എല്ലാവരും അറിഞ്ഞു. ഒന്നാമത് അയാൾ ഹോംലെസ് ആയിട്ടുള്ള ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, അയാളുടെ മുഖത്തിന്റെ സ്കിന്നും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇയാൾ ആരാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പാടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ടെറിയും കേറ്റിയും ഒരു ബാറിലിരിക്കുകയാണ്. അവരുടെ കൂടെ ഒരു വക്കീലും ഉണ്ട്. അങ്ങനെ ഇവരിന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു വക്കീൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കേസിൽ ജയിച്ച് ഒരു കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങി കൊടുത്തതേ ഉള്ളൂ എന്ന് പറയുന്നതും ഇവരാണെങ്കിലും ഏയ് കൺഗ്രാറ്റുലേഷൻസ് എന്നെല്ലാം പറഞ്ഞ് ബീറെല്ലാം കുടിക്കുന്ന സമയത്ത് ആ ഒരു വക്കീൽ പറയും സോറി എൻ്റെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ, ഞാൻ എന്തായാലും പോവാണെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ 2 പേരും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയെ പറ്റി ഇവർ സംസാരിക്കുന്നത്. കുറെ നാളുകൾക്ക് മുന്നേ എന്തോ ഒരു കേസിന്റെ ഭാഗമായിട്ട് പോയപ്പോൾ നമ്മുടെ ഹീറോയുടെ കൂടെ പോയ ഒരു പാർട്ട്ണറിനെ ഇവർ പിടിക്കാൻ പോയ ആ ഒരു കുറ്റവാളി ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്നും പറഞ്ഞിട്ട് ആ ഒരു ഡിപ്രഷനിൽ ഹീറോ ഒരുപാട് കുടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഫ്രാങ്കിന് ഇപ്പോൾ പഴയതുപോലെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫ്രാങ്കിനെയും ബുള്ളോക്കിനെയും കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർ 2 പേരും ഇപ്പോൾ മറ്റൊരു ക്രൈം സീനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ മരിച്ച ആ ഒരാളുടെ മുഖമൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയാളുടെ നെഞ്ചിൽ മാംസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെല്ലാം വെട്ടി പൊളിച്ചു വെച്ചേക്കുന്നത് പോലെ അതെന്തോ ഒരു മൃഗം കടിച്ചു പറിച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഹീറോ പറയും ഇത് കഴിഞ്ഞ ക്രൈം സീനിൽ കണ്ടതുപോലെയാണല്ലോ എന്ന് പറയുമ്പോൾ മെഡിക്കൽ എക്സാമിനർ ആയാലും ഈ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം 48 മണിക്കൂർ കഴിഞ്ഞു കാണും. ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോപ്സി കഴിഞ്ഞിട്ടേ പറയാൻ കഴിയത്തുള്ളൂ എന്നുള്ള രീതിയിൽ അയാൾ സാധാരണ പറയുന്നത് പോലെ തന്നെ പറയാണ്. പക്ഷെ ഇവിടെ ആ ഒരു മെഡിക്കൽ എക്സാമിനർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നെഞ്ചിൽ ആ ഒരു മുറിവിന്റെ ഭാഗത്ത് നിന്നും എന്തോ ഒരു സബ്സ്റ്റൻസ് മിക്സ് ആയിട്ടുണ്ട്, അതിന്റെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും അല്ല ഈ ഒരു രീതിയിൽ ശരീരം കടിച്ചു മുറിക്കുന്ന ജീവി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു എക്സാമിനർ പറയും കഴിഞ്ഞ ക്രൈം സീനിലെയും ഇവിടുത്തെയും ആ ഒരു ബൈറ്റിംഗ് രീതി വെച്ച് നോക്കുമ്പോൾ അതെന്തായാലും എലി കടിക്കാനാണ് സാധ്യത. അപ്പോൾ ഹീറോ പറയും ശരി എന്തായാലും റിപ്പോർട്ട് റെഡി ആയിട്ട് നാളെ സ്റ്റേഷനിലേക്ക് തന്നെ അയച്ചേക്ക് എന്നും പറഞ്ഞ് ഹീറോയും ബുള്ളോക്കും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഈ ഒരു 2 ക്രൈമുകളും അവരുടെ ഫോട്ടോയും ആ ഒരു ബോർഡിൽ ഒട്ടിച്ചു വെച്ചിട്ട് ആദ്യത്തെ വിക്ടിമിന് ഫേസ് അറിയാൻ കഴിയാത്തത് കൊണ്ട് അത് ആരാണെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ വിക്ടിം ആരാണെന്ന് അറിഞ്ഞു. അയാളുടെ പേര് ക്യാമറോൺ എന്നാണ്. അയാളൊരു സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരാൾക്കാണെങ്കിൽ ഫാമിലി എന്ന് പറയാനായിട്ട് അങ്ങനെ ആരുമില്ല. അച്ഛനും അമ്മയും നേരത്തെ തന്നെ മരിച്ചു. ഒരു എക്സ് വൈഫ് ഉണ്ട്, അവർ കാനഡയിലാണ്. കുട്ടികളായിട്ടും അങ്ങനെ വേറെ ആരുമില്ല. ഇപ്പോൾ ആദ്യത്തെ ആ ഒരു വിക്ടിം ഉണ്ടല്ലോ, അയാളുടെ ഫിംഗർ പ്രിന്റ് എല്ലാം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് വിക്ടിമിന്റെ വിരലടയാളങ്ങളെല്ലാം ഡീകമ്പോസ് ആയതുകൊണ്ട് അതും ഇപ്പോൾ പരിശോധിക്കാൻ കഴിയത്തില്ല. ഇനിയിപ്പോൾ ലാബിലിരുന്ന് ഡെന്റൽ റെക്കോർഡ് എന്തെങ്കിലും വരണം, അതിൽ നിന്ന് എന്തെങ്കിലും ഇനി കണ്ടുപിടിക്കാൻ കഴിയൂ എന്നുള്ള രീതിയിൽ ബുള്ളോക്ക് പറയുമ്പോഴത്തേക്കും ശരി അങ്ങനെയാണെങ്കിൽ നമുക്കിത് നാളെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ 2 പേരും വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഹീറോയുടെ വീടിന്റെ ഡോറിൽ ബുള്ളോക്ക് വന്നിങ്ങനെ തട്ടുകയാണ്. അവൻ വന്ന് തുറക്കുമ്പോഴത്തേക്കും അല്ല എന്താ ഇത്ര രാവിലെ, വേറെ ഒന്നുമല്ല ഇപ്പോൾ പുതിയൊരു ക്രൈം സീനിൽ നമ്മുടെ ഹയർ ഓഫീസർ ഉണ്ട്, നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു, പെട്ടെന്ന് വാ എന്നിങ്ങനെ പറയുന്നതും ഇപ്പോൾ പുതിയൊരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സിറ്റിയിൽ ഒരു സീരിയൽ കില്ലർ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ പറയും
ഓ എന്നൊരു കേസ് ഇല്ലാതാവുന്നു, അന്നാണ് ഒരു ഡിറ്റക്റ്റീവിന് നല്ല ദിവസം എന്നും പറഞ്ഞേ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ ആ ഒരു ക്രൈം സീനിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിന് മുന്നേ തന്നെ അവിടെ കേറ്റിയും അതേപോലെ തന്നെ ഇവരുടെ മെയിൻ ഓഫീസർ ഉണ്ടല്ലോ അയാളും ഉണ്ട്. അതുമല്ല ഇവിടെയാണ് മറ്റൊരു കാര്യം, ഇവിടെ മരിച്ചത് വേറെ ആരുമല്ല, ആ ഒരു വക്കീലുണ്ടല്ലോ അയാളായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയാണ് വക്കീലിനെ കൊന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കാര്യം നേരിട്ട് കണ്ട അവരുടെ വൈഫാണെങ്കിലോ ആ ഒരു മെന്റൽ ഷോക്കിൽ നിന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഈ ഒരു കാര്യം ടെറിക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ടെറി ഈ ഒരു വക്കീലിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ പറയും ടെറി ഇവിടെ വന്നിരുന്നു, ഈ ഒരു കാര്യം കണ്ട് ഷോക്കായിട്ട് അവർ ഇവിടെ നിന്ന് പോയി. അങ്ങനെ ഈ ഒരു വക്കീൽ കിടക്കുന്ന റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ബാത്റൂമിലാണ്, അവിടെ മുഴുവനായിട്ടും രക്തം കിടപ്പുണ്ട്. അതുപോലെ അയാളുടെ വയറാണെങ്കിലോ നല്ലതുപോലെ കത്തി കൊണ്ട് കുത്തിയിട്ട് രക്തം പോയാണ് ആ ഒരു വക്കീൽ മരിച്ചത്. അതുമല്ല ഇതൊരു വക്കീലായതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. കൂടാതെ ഈ ഒരു കാര്യം ഒരിക്കലും മീഡിയ അറിയരുത് എന്നും ആ ഒരു ഹയർ ഓഫീസർ പറയുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ 2 ക്രൈം സീൻ ഉണ്ടല്ലോ അവിടെ നിന്ന് കിട്ടിയ എല്ലാ വിവരങ്ങളും ഇന്ന് തന്നെ എന്നെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മെയിൻ ഓഫീസർ അവിടെ നിന്ന് പോകുന്നതും. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോ നേരെ ലാബിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ആ ഒരു മെഡിക്കൽ എക്സാമിനർ ഉണ്ടല്ലോ അയാളോട് ചോദിക്കും ഈ വക്കീലിന്റെ മരണ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് രക്തവും പോയിട്ടുണ്ട്, ഇതാണ് മരണകാരണം. അതേപോലെ തന്നെ രണ്ടാമത്തെ വിക്ടിമിന്റെ ശരീരത്തിൽ നിന്നും എന്തൊക്കെയോ സബ്സ്റ്റൻസ് കിട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിപ്പോ പ്രധാനപ്പെട്ട മറ്റൊരു ലാബിലേക്ക് ടെസ്റ്റിനായിട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു ഡോക്ടർ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വെച്ച് പരിശോധിച്ചാൽ ഒരുപാട് കെമിക്കൽസ്, ഹോർമോണ് ഇതെല്ലാം മിക്സ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് എന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ഫൈനൽ റിസൾട്ട് വരുമ്പോഴത്തേക്ക് അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, രണ്ടാമത്തെ വിക്ടിമിന്റെ ശരീരത്തിൽ മാത്രമല്ല ഈ ഒരു സബ്സ്റ്റൻസ് ഉണ്ടായിരുന്നത്, മരിച്ച ബാക്കി 2 പേരുടെ ശരീരത്തും സെയിം സബ്സ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ അളവ് കുറവായതുകൊണ്ട് ഇവർക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വന്ന് അവിടെ ആ ഒരു ഹയർ ഓഫീസർ കേറ്റി ബുള്ളോക്ക് ഹീറോ, അതുപോലെ ഹീറോ ഇത്രയും നേരം മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇവരോട് പറയാണ്. ആദ്യത്തെ വിക്ടിം ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരാളാണ്, അയാളുടെ മുഖം പോലും നമുക്ക് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ആള് ഒരു സെക്യൂരിറ്റി ഗാർഡ്, മൂന്നാമത്തേത് ഒരു വക്കീല്. ആദ്യത്തെ വിക്ടിം 5 ദിവസങ്ങൾക്ക് മുന്നേ മരിച്ചു, രണ്ടാമത്തെ വിക്ടിം ആണെങ്കിലോ 3 ദിവസങ്ങൾക്ക് മുന്നേ, ഇപ്പോൾ വക്കീലാണെങ്കിൽ കഴിഞ്ഞ ദിവസം. അങ്ങനെയാണെങ്കിൽ നടന്ന 3 കൊലകളും ഒരാൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അന്വേഷിക്കേണ്ടത് ഇപ്പോൾ ഒരു സീരിയൽ കില്ലറിനെയാണ്. അപ്പൊ ഈ ഒരു കാര്യം ബുള്ളോക്ക് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും വക്കീലിന് ജീവൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു മുറിവ് സംഭവിച്ച് അയാൾ മരിച്ചതെന്ന് പറയുമ്പോൾ ടെറിയെ കൊണ്ട് ഇതൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല, അവന്റെ സുഹൃത്തും കൂടിയല്ലേ. അതുമല്ലാതെ കില്ലർ എലിയെ വെച്ച് കടിപ്പിക്കുന്നത്, ബോഡി പാർട്സ് മ്യൂട്ടിലേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും കില്ലറിന് അവൻ കൊല ചെയ്ത ആളുകളോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും മോട്ടീവ് ഉണ്ടാവും. അതുപോലെ 2 ദിവസത്തെ ഗ്യാപ്പിലാണ് കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നാളെ അടുത്തൊരു കൊലപാതകം നടക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഹീറോ പറയുമ്പോഴത്തേക്കും നമ്മുടെ കേറ്റി ചോദിക്കും, ഒരു ഹോംലെസ് ഗായി, ഒരു സെക്യൂരിറ്റി, ഒരു വക്കീല്, ഇവർ 3 പേരും തമ്മിലുള്ള ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വിഷയം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ലോയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അയാൾ ഒരുപാട് ക്രിമിനൽസിനെ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വക്കീലിന് ഒരുപാട് എതിരാളികളുണ്ടാവും. ഇപ്പൊ അത്രയും പേരെ വിളിച്ച് ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും നമുക്ക് സമയമില്ല എന്നുള്ള രീതിയിൽ ഹീറോ പറയുമ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ നമ്മുടെ ടെറി മാത്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ടെറി അവിടെ നിന്ന് വിഷമിച്ച് പോകുമ്പോഴത്തേക്കാണ് ആ ഒരു മെയിൻ ചീഫ് പറയുന്നത്, ഓക്കെ ഈ ഒരു കേസ് എന്തായാലും കേറ്റിയാണ് അന്വേഷിക്കാൻ പോകുന്നത് പറയുമ്പോൾ ബുള്ളോക്ക് പറയും, അല്ല ഇത് ഞങ്ങളുടെ കേസല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ചീഫ് പറയുന്നത്, ഇപ്പൊ കേറ്റിക്ക് ഈ ഒരു കേസ് കൊടുക്കാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട് ഫ്രാങ്ക്, നീ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ആക്റ്റീവ് അല്ല, അതുകൊണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു കേസ് അന്വേഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബുള്ളോക്ക് നീയാണെങ്കിലോ ഇപ്പോൾ പുതുതായിട്ടാണ് വന്നിട്ടുള്ളത്, പിന്നെ ടെറിയും കേറ്റിയാണെങ്കിലേ ട്രാൻസ്ഫർ ആയിട്ട് പോകാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിന്റെ അന്വേഷണം അവളുടെ പൊസിഷൻ ചേഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഉപകാരപ്പെടും. പിന്നെ ടെറി ആണെങ്കിൽ വക്കീലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാള്. അപ്പൊ ഇവർ രണ്ടുപേരും ഈ ഒരു കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ട് ഈ ഒരു കേസ് അന്വേഷിച്ച് ഡിപ്പാർട്ട്മെന്റിന് നല്ലൊരു പേര് അതെന്തായാലും ഉണ്ടായി തരണം എന്നുള്ള രീതിയിൽ ആ ഒരു ചീഫ് പറയുന്നതും. അപ്പോൾ നമ്മുടെ കേറ്റി ട്രാൻസ്ഫർ വാങ്ങി പോകുന്നുള്ള ആ ഒരു കാര്യം ഹീറോ ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ പോകുന്നത് നമ്മുടെ ടെറിയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ടെറിയുടെ ഭാര്യയുണ്ട്, അവൾ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. അങ്ങനെ അവൾ കുക്ക് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഹീറോയും ടെറിയും വക്കീലിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ടെറി ഇപ്പോഴും വക്കീൽ മരിച്ച ആ ഒരു കാര്യത്തിൽ നിന്നും പുറത്തേക്ക് വന്നില്ല, കാരണം ഇവർ സ്കൂൾ ടൈം മുതൽ ഫ്രണ്ട്സ് ആയിരുന്നു. അതുമല്ലാതെ ഒരേ ഫുട്ബോൾ ടീമിൽ ഇവരുണ്ടായിരുന്നു. അതുമല്ലാതെ ലോ കോളേജ് കഴിഞ്ഞതിന് ശേഷം പ്രൈവറ്റ് ആയിട്ട് ചേർന്ന് ഒരുപാട് പണം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്തില്ല. പകരം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഹെൽപ്പ് ആകാൻ വേണ്ടി ഒരു അസിസ്റ്റന്റ് ആയിട്ടാണ് അവൻ കൂടുതലായിട്ടും ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവൻ ഇങ്ങനൊരു അവസാനം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ടെറി പറയുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ട നമ്മുടെ ഹീറോ ആണെങ്കിലോ ടെറിയെ നല്ലതുപോലെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ടെറി ഹീറോയോട് എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ബുള്ളോക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഹീറോ വന്നിട്ട് പറയും,
ഇന്ന് എന്തായാലും ആ ഒരു സസ്പെക്റ്റിനെ നമുക്ക് കിട്ടിയേ പറ്റൂ. അപ്പോൾ ബുള്ളോക്കാണെങ്കിലോ നമ്മുടെ വക്കീല് ശിക്ഷ വാങ്ങിക്കൊടുത്ത് ജയിലിലേക്ക് അയച്ച കുറ്റവാളികളുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 34 പേര് ഇപ്പോൾ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും ചെറിയ അടിപിടി കേസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഇങ്ങനെ ചെറിയ ചെറിയ കേസുകളിൽ പെട്ടിട്ടുള്ളവരാണ്. വക്കീല് കൊലക്കേസിൽ അകത്തിട്ടവരെല്ലാവരും ഇപ്പോഴും ഉള്ളിൽ തന്നെയാണുള്ളത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ലാബിൽ നിന്നുള്ള ആ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വരുന്നു. ഇപ്പോൾ മരണപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ ആ ഒരു സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അതിൽ ഹോർമോൺസ്, ഫിറമോൺസ്, ഇങ്ങനെ ഒരുപാട് കെമിക്കൽസ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് ഈ എലികൾ വന്ന് അവരുടെ ശരീരം നല്ലതുപോലെ കടിച്ച് ഇല്ലാണ്ടാക്കിയത്. അപ്പോൾ എലികൾ കടിക്കാൻ വേണ്ടി കില്ലർ മനഃപൂർവ്വം ആ ഒരു സബ്സ്റ്റൻസ് യൂസ് ചെയ്യായിരുന്നു. ഓക്കെ, ഈ ഒരു ചീവിട് കരയുന്ന ശബ്ദം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ, അത് കുറേ ആയിട്ട് കിടന്ന് കരയുന്നു, വെളിയിൽ എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ പറയും, അല്ല ആ ഒരു കില്ലറിനാണെങ്കിൽ ആസിഡ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഇവരെല്ലാവരും കൊല്ലാമായിരുന്നു. പക്ഷെ ഇത്രയും വലിയ ആ ഒരു കെമിക്കൽസ് എല്ലാം മിക്സ് ചെയ്ത് ഇത്രയും റിസ്ക് എടുത്തതിനെ എല്ലാവരെയും കൊല്ലുന്നേ. അപ്പോൾ ബുള്ളോക്ക് പറയും, അങ്ങനെയാണെങ്കിൽ ആ ഒരു കില്ലർ സിംബോളിക്കായിട്ട് എന്തോ ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ പോകുന്നത് ആ ഒരു വക്കീലിന്റെ ഭാര്യയുള്ള ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ കയറ്റിയുണ്ട്. അതുമല്ല, രാവിലെ തന്നെ ഒരു പ്രസ് കോൺഫറൻസിൽ മേയർ ഉടനെ തന്നെ കില്ലറെ പിടിക്കുമെന്നുള്ള രീതിയിൽ അവരോട് പറയുകയും ചെയ്തു. കാരണം ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ കേറ്റി ആയതുകൊണ്ട് തന്നെ മേയറിനോടൊപ്പം കേറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ ടെറി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇതുവരെ ഈ ഒരു കേസിലേക്ക് വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ കേറ്റിയും ഹീറോയും നേരെ ആ ഒരു വക്കീലിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് അന്നത്തെ ദിവസം എന്താ നടന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ, അന്ന് എൻ്റെ ഭർത്താവ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ കിടക്കാനായിട്ട് പോയി. ആ ഒരു സമയത്ത് ബെഡ് നല്ല നനവുണ്ടായിരുന്നു. അപ്പോൾ അത് വാഷ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആരോ ഒരാൾ വന്ന് എന്നെ മയക്കുമായിരുന്നു. പിന്നീട് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും എൻ്റെ കൈ രണ്ടും കെട്ടിവെച്ചേക്കായിരുന്നു, അതേ ആണെങ്കിൽ തറയിലും. അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ വയറിലെ ചെറിയൊരു ഗ്യാസ് സിലിണ്ടർ വെച്ച് അത് ഫയർ ചെയ്തിട്ടാണ് പോയത്. ആ ഒരു വേദന കാരണം അദ്ദേഹം ഒരുപാട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എഴഞ്ഞു പോകുമ്പോൾ തറയിൽ എന്തോ ഒരു നനവ്, പക്ഷെ അത് മുഴുവനും രക്തമായിരുന്നു. അതുമല്ലാതെ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആ ഒരു ഗ്യാസ് കില്ലർ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ബക്കറ്റിനുള്ളിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടു. പക്ഷെ അത് എന്തിന്റെ സൗണ്ടാണെന്ന് അറിയത്തില്ല. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുമല്ലാതെ അദ്ദേഹം മരിക്കുന്നത് വരെയും കില്ലർ അവിടെ വെയിറ്റ് ചെയ്ത് അതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും പോയത്. അപ്പോൾ അവൻ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരു വാക്ക് പോലും അവൻ പറഞ്ഞിട്ടില്ല. അതുപോലെ മാസ്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആരാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അവൻ എന്നെ കൂടി കൊന്നുകൂടായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ഭാര്യ കടന്ന് കരയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഈ ഒരു കാര്യം കേട്ട് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഹീറോ കേറ്റിയോട് പറയുന്നുണ്ട്, ഒരാൾ മരിക്കുന്നത് അത്ര ആസ്വദിച്ച് കാണണമെന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും പേഴ്സണലായിട്ട് എന്തോ ഒരു വിഷയമുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു എലിയെ ടോർച്ചർ ചെയ്ത് മറ്റുള്ളവരെ കൊല്ലുന്ന ആ ഒരു രീതി അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഡോക്ടറിനോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയ ആ ഒരു കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? കാരണം ഡിവോഴ്സ് ആയെങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് അവളോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ കേറ്റിക്കും അതെങ്ങനെ പറയണമെന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഹീറോ പറയും, ഓക്കെ കൺഗ്രാറ്റുലേഷൻസ് എന്നും പറഞ്ഞിട്ട് ഒരു ചിരി ചിരിച്ച് രണ്ടുപേരും അവിടെ നിന്ന് പിരിയാണ്. അങ്ങനെ ഹീറോ അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ബുള്ളോക്ക് ഇപ്പോൾ പുതിയ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അത് അവൾ ആ ഒരു ബോർഡിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ ആ ഒരു വിക്ടിമിന്റെ പേര് കണ്ടുപിടിച്ചു. അയാളുടെ പേര് കെന്നത്ത്. ഈ സ്റ്റാർ സിറ്റിയിലുള്ള ഒരാൾ തന്നെയാണ്. അതുമല്ലാതെ ആർമിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ അയാളെ പറ്റി അടുത്തിടെ ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മുടെ ബുള്ളോക്ക് പറയും. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹീറോ പറയും, കെന്നത്ത് ആ ഒരു പേര് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. ശരി, എന്തായാലും ഇതിനെപ്പറ്റി ഞാൻ ടെറിയോട് ചോദിക്കാമെന്നും പറഞ്ഞ് അവനോട് ചോദിക്കാണ്ട് ചെല്ലുമ്പോഴത്തേക്കും അവനെ അവിടെ കാണുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ കേറ്റിയെ കാണിക്കുമ്പോൾ അവള് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് വീടിന് വെളിയിലായിട്ട് ടെറി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ കേറ്റി ആലോചിക്കുന്നുണ്ട്, അല്ല 2 ദിവസമായിട്ട് ഡ്യൂട്ടിക്ക് വരാത്തവൻ ഇവിടെ എന്താ ചെയ്യുന്നേ എന്നും പറഞ്ഞ് ഡോറും തുറന്ന് അകത്തേക്ക് കൊണ്ടുവന്നിട്ട്, അല്ല എന്തു പറ്റി ടെറി, നീ എന്താ ഇപ്പൊ ഈ രാത്രിയിലൂടെ? ഇല്ല, അടുത്ത ടാർഗറ്റ് ഞാനാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ അവനിങ്ങനെ പറയുമ്പോൾ, അല്ല നീ ഇപ്പൊ എന്താ ഇങ്ങനെ പറയാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ടെറി അടുത്തൊരു ട്വിസ്റ്റ് പറയുന്നത്. ആദ്യം മരിച്ച ഹോംലെസ് ഗായി, ആ ഒരു സെക്യൂരിറ്റി ഗാർഡ്, ഇപ്പോൾ വക്കീല്, ഇവർ 3 പേരും ടെറിയോടൊപ്പം ഹൈസ്കൂളിൽ പഠിച്ചവരാണ്. അതുമല്ലാതെ എല്ലാവരും ഒരേ ഫുട്ബോൾ ടീമിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ കേറ്റി പറയും, അപ്പോൾ 3 പേരും നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ടെറി പറയും, അതെ, അതുപോലെ ഇതിനെല്ലാം കാരണക്കാരൻ ആരാണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് ടെറി ഇപ്പോൾ ഒരു കാര്യം പറയാണ്, ഞങ്ങൾ ഫുട്ബോൾ ടീമിലുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ 4 പേരായിരുന്നു ഇവിടുത്തെ മികച്ച ടീം. അതുപോലെ ഞങ്ങളുടെ ടീമിൽ ഒരു പയ്യൻ ചേരാനായിട്ട് വന്നിരുന്നു. ഒരിക്കലും ഞങ്ങൾ അവനെ ഞങ്ങളുടെ ടീമിൽ കയറ്റിയിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ 4 പേരും ഡ്രഗ് സിഗരറ്റ് യൂസ് ചെയ്യുന്നത് കണ്ട് ഇവൻ ആ ഒരു കാര്യം സ്കൂളിൽ ചെന്ന് പറയുകയും ചെയ്തു. ആ ഒരു ദേഷ്യത്തിൽ ഞങ്ങൾ 4 പേരും അവനെ നല്ലതുപോലെ ഉപദ്രവിച്ചു. പിന്നീട് ഈ ഒരു പ്രശ്നത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഞങ്ങളെ വാണിംഗ് ചെയ്ത് വിടുമായിരുന്നു, വേറൊന്നും ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു പയ്യനായിരിക്കാം ഇപ്പൊ നടന്ന ഈ ഒരു കൊലകൾക്കെല്ലാം കാരണം. അവന് പണ്ട് ഞങ്ങളോടുള്ള ആ ഒരു ദേഷ്യം ഇപ്പോൾ തീർക്കുമായിരിക്കാം എന്ന് ടെറി ഇങ്ങനെ പറയുമ്പോൾ, അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് എന്തായാലും ടെറി ആയിരിക്കും.
അന്ന് അറിവില്ലാത്ത ആ ഒരു പ്രായത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു, പക്ഷേ അത് ഇത്രയും വലിയൊരു പ്രശ്നമാവുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അതേപോലെ അത്രയും മോശക്കാരായിട്ടുള്ള ആളുകളല്ല ഞങ്ങൾ ഒരിക്കലും എന്നുള്ള രീതിയിൽ നമ്മുടെ ടെറി വിഷമിച്ചിങ്ങനെ പറയും. ഞങ്ങൾ 4 പേര് കാരണം സ്കൂൾ വിട്ടു പോയ ഒരു പയ്യൻ, അവൻ എന്തായാലും മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ചെന്ന് അത് കഴിഞ്ഞ് ആ ഒരു ദേഷ്യം തീർക്കാനായിരിക്കും ഇപ്പോൾ അവൻ ഞങ്ങളെ തേടി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മുടെ ടെറി തറപ്പിച്ച് തന്നെ പറയാണ്. അപ്പൊ ഇത് കേട്ട് നമ്മുടെ കേറ്റി ആണെങ്കിലും 20 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ ബുള്ളി ചെയ്ത് ഒരുത്തൻ ആ ഒരു റിവെഞ്ച് തീർക്കാനായിട്ട് ഇപ്പോൾ വരുന്നു, അതെനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് നമ്മുടെ കേറ്റി പറയുമ്പോൾ ടെറി പറയും, ഞാൻ എന്തായാലും അവൻ നമ്മളെ കൊല്ലുന്നതിന് മുന്നേ അവനെ ഞാൻ കൊന്നിരിക്കും എന്ന് നമ്മുടെ ടെറി പറയുമ്പോൾ, ശരി അവന്റെ പേരെന്താണ്? മാത്യു. ഓക്കെ ടെറി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ടെറി ആണെങ്കിലും അവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ബെനത്ത് എന്ന് പറഞ്ഞ ആ ഒരു പേര് എവിടെ കേട്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവർ കോളേജിൽ പഠിക്കുമ്പോൾ ഫുട്ബോൾ ടീമിലെ ഓപ്പോസിറ്റ് ടീമിൽ കളിച്ച ആളുടെ പേരാണ് ഇത്. അപ്പൊ ഈ ഒരു കാര്യം ഹീറോ മനസ്സിലാക്കുന്നതും മരിച്ചവരെല്ലാവരും ഒരു ഫുട്ബോൾ ടീമിൽ ഒരുമിച്ച് കളിച്ചവരാണെന്ന് ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ബുള്ളോക്ക് കേൾക്കുന്നതും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളിനെ വിളിച്ച് ചോദിക്കാം എന്നും പറഞ്ഞിട്ട് ആ ഒരു പ്രിൻസിപ്പൾ ആരാണെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കുകയാണ്. ഹീറോ പറയും, ശരി നമുക്ക് നാളെ തന്നെ പോവാം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കേറ്റിയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ഇപ്പൊ ആരോ ഒരാൾ അവളുടെ വീട്ടിലെ അവളറിയാതെ കയറുന്നുണ്ട്. അതാരാണെന്ന് നമുക്ക് കാണിച്ചിരുന്നില്ല, പക്ഷെ കേറ്റി ആ ഒരാളെ കാണുമ്പോഴത്തേക്കും നല്ലതുപോലെ ഷോക്ക് ആവുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോയും ബുള്ളോക്കും നേരെ ആ ഒരു പ്രിൻസിപ്പളിന്റെ വീട്ടിലേക്ക് പോവാണ്. പ്രിൻസിപ്പൾ ആണെങ്കിലോ ഇപ്പോൾ റിട്ടയർ ആയിട്ട് ഒരു എഴുത്തുകാരിയാണ്. അങ്ങനെ ഹീറോയും ബുള്ളോക്കും അവിടേക്ക് ചെന്നിട്ട്, ഇല്ല ഞങ്ങൾ വരാൻ കാരണം ഒരു കേസിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പഴയ സ്റ്റുഡൻസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വേണമായിരുന്നു. അല്ല ഏത് സ്റ്റുഡൻസാ? കെന്നത്ത്, ക്യാമറോൺ, എഡ്വേർഡ്, ഇങ്ങനെ 3 പേരുടെ പേര് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഈ ഒരു 3 പേര് കേൾക്കുന്നതും പ്രിൻസിപ്പളിന്റെ ഫേസ് റിയാക്ഷൻ അങ്ങ് മാറുകയാണ്. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്, അല്ല ഇവർ 3 പേര് തമ്മിലുള്ള ആ ഒരു ലിങ്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ 3 പേരും നല്ലതുപോലെ ഫുട്ബോൾ കളിക്കുമായിരുന്നു. നേരത്തെ കേറ്റിയോട് ടെറി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതേ കാര്യം തന്നെയാണ് ഈ ഒരു പ്രിൻസിപ്പൾ നമ്മുടെ ഹീറോയോട് പറയുന്നത്. ഈ ഒരു 4 പേര് കാരണം ഒരു പയ്യൻ സ്കൂൾ വിട്ടു പോയിട്ട് ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും ഈ ഒരു പ്രിൻസിപ്പളിന് അറിയത്തില്ല എന്ന് തന്നെ അവർ പറയും. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഈ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ വരുന്ന രീതിയിൽ എന്താ ആ പയ്യനെ അവർ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്കത് അറിയത്തില്ല എന്ന് ആ ഒരു പ്രിൻസിപ്പൾ പറയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഒരു പയ്യന് ഒരു സഹായം ചെയ്യാൻ കഴിയാത്തതിൽ ഈ ഒരു പ്രിൻസിപ്പാളിന് നല്ല കുറ്റബോധമുണ്ട്. അതുപോലെ ആ ഒരു 4 പേര് ഫുട്ബോൾ ചാമ്പ്യൻസ് ആയതുകൊണ്ട് അവർക്കെതിരെ ഒരു ആക്ഷനും സ്കൂൾ എടുത്തിരുന്നില്ല. അതുപോലെ ആ ഒരു പ്രശ്നം മറ്റാരും അറിയാതെ ഒതുക്കി തീർക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു പ്രിൻസിപ്പള് തന്റെ ജോലി തന്നെ റിസൈൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഹീറോ ചോദിക്കും, ശരി ബാധിക്കപ്പെട്ട ആ ഒരു പയ്യന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ മാത്യു എന്നിങ്ങനെ പറയും. അല്ല മേഡം, വേറെ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ടെറി എന്ന് പറഞ്ഞൊരു പയ്യൻ എന്നുള്ള പേര് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ഹീറോയുടെ സുഹൃത്തുണ്ടല്ലോ ടെറി, അവൻ തന്നെയാണ്. അപ്പോൾ ഇവർ പറയും, ഓക്കെ മേഡം, എന്തായാലും നിങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തരണം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വെളിയെ ഇറങ്ങുമ്പോൾ തന്നെ ഹീറോ മനസ്സിലായ കാര്യം ബുള്ളോക്കിനോട് പറയാണ്. രണ്ടാമത്തെ ആള് മരിച്ചപ്പോൾ തന്നെ ടെറിക്ക് കാര്യം മനസ്സിലായിരുന്നു. അതുമല്ല ആ ഒരു വക്കീലും കൂടി മരിച്ചപ്പോൾ അടുത്തത് തന്നെയാണ് ആ ഒരു കൊലയാളി കൊല്ലാൻ പോകുന്നതെന്ന്. അതുകൊണ്ടാണ് ആ ഒരു കേസിലും വരാതെ 2-3 ദിവസമായിട്ട് അവനെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാതിരുന്നത്. അതുപോലെ ഇൻവെസ്റ്റിഗേഷനിൽ എന്തായാലും അവൻ വന്നിട്ടില്ല. പക്ഷേ തന്റെ സുഹൃത്തിനെ കൊന്ന ആ ഒരു മാത്യുവിനെ തേടി ടെറി എന്തായാലും പോയി കാണും എന്ന് നമ്മുടെ ഹീറോ പറയും. ഒരുപക്ഷെ മാത്യു ആണ് കൊലയാളിയെങ്കിൽ അടുത്ത ടാർഗറ്റ് ടെറി ആയിരിക്കും. അതുകൊണ്ട് രണ്ടുപേരെ കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ FBI ഏജന്റുമാർ ഒരുപാട് പേര് വന്നിട്ട് ഇവരിപ്പോൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫയലൊക്കെ ശേഖരിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം അവരിങ്ങനെ കളക്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. ഹീറോ നേരെ ആ ഒരു ചീഫിനടുത്തേക്ക് ചെന്നിട്ട്, സാർ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ ഇതുപോലെ കേറ്റി ആരോ കത്തിയോണ്ട് കുത്തി, അവൾ ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും അപ്പൊ ഈ ഒരു കാര്യം കേൾക്കുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഷോക്കാവും. നേരത്തെ ഒരു സീനിലെ ആരോ കേറ്റിയുടെ വീട്ടിലേക്ക് കയറുന്നത് കണ്ടിരുന്നല്ലോ, ഒരുപക്ഷെ അത് കൊലയാളിയായിരിക്കാം. അതുമല്ല കേറ്റിയാണ് മേയറിനോടൊപ്പം ഇരുന്നിട്ട് ആ ഒരു പ്രസ് മീറ്റിൽ കൊലയാളിയെ നമ്മൾ പിടിക്കുമെന്നും പറഞ്ഞിരുന്നത്. അതുകൊണ്ടായിരിക്കും ആ ഒരു കൊലയാളി കേറ്റിയെ കൊല്ലാനായിട്ട് അവിടേക്ക് പോയത്. അതുപോലെ ഇപ്പോഴാണ് നമ്മുടെ ഹീറോ അടുത്തത് ആ ഒരു കൊലയാളി കൊല്ലാൻ പോകുന്നത് ടെറിയാണ് എന്നും പറഞ്ഞിട്ട് ഇവർ കണ്ടുപിടിച്ച ടെറിയെ പറ്റിയുള്ള ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ടെറിയ അവന്റെ സുഹൃത്തുക്കളും ചെയ്ത ആ ഒരു കാര്യം അതെല്ലാം ഈ ഒരു ചീഫിനോട് ഇങ്ങനെ പറയും. അപ്പോഴേക്കും ചീഫ് പറയും, പക്ഷെ ഇപ്പോ ഈ ഒരു കേസ് FBI ഏറ്റെടുത്തേക്കാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ, ഇല്ല അതൊക്കെ എന്തോ ആവട്ടെ, പക്ഷെ മാത്യുവിന്റെ കയ്യിൽ നിന്ന് ടെറിയെ രക്ഷപ്പെടുത്തണം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് നമ്മുടെ ബുള്ളോക്കിനോട് പറയും, ശരി മാത്യുവിന്റെ ക്രിമിനൽ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ഇതെല്ലാം നീ കളക്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബുള്ളോക്ക് അവൾ കളക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നേരെ ഹീറോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കേറ്റിക്ക് ആ ഒരു അപകടം സംഭവിച്ചല്ലോ, ആ ഒരു കാര്യത്തെ പറ്റിയെല്ലാം ബുള്ളോക്കിനോട് ഹീറോ പറയും. ഓക്കെ മാത്യുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചത് എന്തായി, കാരണം അടുത്തത് എന്തായാലും മാത്യുവിൽ നിന്ന് ടെറിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കാർ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു സൈക്കാട്രിക് റെക്കോർഡ്സ് ഉണ്ടല്ലോ അതെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കാണ് അവൻ ഈ ഒരു ഡിപ്രഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതായിട്ട് ഈ റെക്കോർഡ്സിലുണ്ട്.
അതുമല്ലാതെ സൈക്കാട്രിക് വാർഡിലെ ഇവൻ കുറെ വയലന്റ് ആയിട്ട് നടന്നത് കൊണ്ട് തന്നെ മാത്യുവിനെ അത് കഴിഞ്ഞ് നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് അവനെ റിലീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ടെറിയെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ടെറിയും അവന്റെ ഫ്രണ്ട്സും ഇടയ്ക്കിടയ്ക്ക് ചില്ലാവാൻ വേണ്ടി പോകുന്നൊരു സ്ഥലമാണിത്. നോക്കുമ്പോഴത്തേക്കും അവിടെ ടെറി ഒറ്റയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നു, ഇളിച്ചുകൊണ്ടിരിക്കും. ആ ഒരു കൊലയാളി വന്നു കഴിഞ്ഞാൽ ഇവനെ കൊല്ലും, എന്നിട്ട് ഒറ്റയ്ക്ക് പോയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടെറിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഹീറോ മാത്യുവിനെ പറ്റി ഇങ്ങനെ ചോദിക്കാണ്. അപ്പോഴാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് ടെറി ഇപ്പോൾ പറയുന്നത്. ആ ഒരു ഹൈസ്കൂൾ ഫുട്ബോൾ ടീമിലെ ഇവരൊരു ഗ്രൂപ്പായിട്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് പുതുതായിട്ട് വന്ന പയ്യനായിരുന്നു മാത്യു. അതുമല്ലാതെ ഇവരുടെ ടീമിലെ മാത്യു നല്ലതുപോലെ കളിക്കുമായിരുന്നു. അതൊരിക്കലും ടെറിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ 4 പേരും കൂടി ചേർന്ന് അവനെ കോർണർ ചെയ്ത് ടീമിൽ നിന്ന് പുറത്താക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ മാത്യു പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്തിരുന്നു. പക്ഷെ അത് വലിയ പ്രശ്നമാക്കി എടുത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് ആ ഒരു സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം നമ്മുടെ മാത്യു ചെന്ന് പ്രിൻസിപ്പലിനോട് പറയുന്നതും പ്രിൻസിപ്പൽ ഇവരെ വിളിച്ചിട്ട് നല്ലതുപോലെ വാർണിംഗ് ചെയ്യും. അപ്പൊ ഈ ഒരു ദേഷ്യം കാരണം ടെറിയും ബാക്കി 3 പേരും കൂടി ചേർന്ന് ആ ഒരു സ്കൂളിൽ വെച്ച് അവനെ നല്ല രീതിയിൽ ബുള്ളി ചെയ്ത് ആ ഒരു സ്കൂൾ തന്നെ അവനെ വെറുക്കുന്ന രീതിയിലാക്കി. അത് കഴിഞ്ഞ് ഈ ഒരു ഫുട്ബോൾ മത്സരം ഇവർ ജയിച്ചതിന്റെ ഒരു പാർട്ടിയിൽ മാത്യു വന്നിരുന്നു. ആ ഒരു സമയത്തും ടെറിയും ടീമും കുടിച്ചിട്ട് മാത്യുവിനെ നല്ലതുപോലെ അടിക്കുകയും ചെയ്തു. അതുപോലെ അവിടെ മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് ക്യാമറാന്റെ കയ്യില് ഒരു പെറ്റായിട്ടുള്ള എലി ഉണ്ടായിരുന്നു. മെഡിവൽ പീരീഡില് എങ്ങനെയാണ് അവരെ ടോർച്ചർ ചെയ്യുന്നത് എന്നുള്ള ഒരു ഡോക്യുമെന്ററി വീഡിയോ ക്യാമറോൺ കണ്ടിരുന്നു. അപ്പൊ അതനുസരിച്ച് മാത്യുവിനെ നമുക്ക് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഇവർ തീരുമാനമെടുത്ത് അത് കഴിഞ്ഞിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാത്യുവിനെ ഒരു ട്രക്കിൽ കൊണ്ടുപോയി. മാത്യു ആണെങ്കിലോ പേടി കാരണം ഒരുപാട് കരഞ്ഞിരുന്നു. പക്ഷേ ഒരു മനസാക്ഷി പോലും കാണിക്കാതെ ഇവർ 4 പേരും മാത്യുവിനെ അവിടേക്ക് കൊണ്ടുപോയി ആ ഒരു എലിയെ വെച്ച് അവനെ കടിപ്പിക്കുമായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാല് എലിയെ കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് വെച്ച് അതിന് മുകളിൽ ഒരു ബക്കറ്റ് കമഴ്ത്തി അതിന് വെളിയിൽ ചൂടായി കൊടുക്കും. അപ്പൊ ഈ ഒരു ചൂട് സഹിക്കാൻ കഴിയാതെ എലിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു ശരീരത്ത് എലി കടിച്ച് തുരന്ന് ഉള്ളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. ആ ഒരു രീതിയിലാണ് മാത്യുവിനെ ഇവർ ടോർച്ചർ ചെയ്തത്. ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്ക് എന്തായാലും ഇത് വേണം. പിന്നെ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്തെങ്കിലും തോന്നത്തില്ലേ? അന്ന് ഞങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അവന്റെ വയറിൽ നിന്നും ഒരുപാട് രക്തം പുറത്തേക്ക് വന്നു. ഇത് കണ്ട് ഞങ്ങൾ 4 പേരെ പേടിച്ച് ആ ഒരു എലിയേയും കൊണ്ട് മാത്യുവിനെ ഞങ്ങളൊന്നും ചെയ്തില്ല. അവൻ അലറി വിളിച്ച ആ ഒരു ശബ്ദം ഇപ്പോഴും എനിക്ക് നല്ലതുപോലെ അത് അനുഭവിക്കാൻ കഴിയും എന്നെല്ലാം ടെറി ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ വരെ വല്ലാണ്ടായിപ്പോയി. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഓക്കെ അതുകൊണ്ടായിരിക്കാം അവൻ ആ ഒരു ടെക്നിക്ക് വെച്ച് നിന്റെ 3 സുഹൃത്തുക്കളെ കൊന്നത്. ഇപ്പോൾ മാത്യു എവിടെ ഉണ്ടാവും, നിനക്കത് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കത് അറിയത്തില്ല എന്ന് നമ്മുടെ ടെറി ഇങ്ങനെ പറയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ടെറിയുടെ ഭാര്യ അവനെ വിളിക്കുകയാണ്. ഫോൺ എടുത്തിട്ട് ടെറി പെട്ടെന്ന് പറയും ഓക്കെ ഫ്രാങ്ക് ഞാൻ ഇവിടെ നിന്ന് പോവാണെന്ന് പറയുമ്പോൾ ഇല്ല ടെറി നിനക്കിപ്പോൾ പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് തടയുമ്പോഴത്തേക്കും ടെറി പറയും ഇല്ല ഫ്രാങ്ക് എനിക്ക് പോയേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ശരി നീ എന്തായാലും പോയിക്കോ എന്നും പറഞ്ഞ് ടെറി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. പിന്നെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ടെറി ഏതോ ഒരു ഫാക്ടറിക്കകത്തേക്ക് ഇങ്ങനെ കയറി പോവാണ്. ഫാക്ടറി ആണോ എന്താണെന്ന് അറിയത്തില്ല. അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ടെറിയുടെ ഭാര്യയെ അവിടെ ഒരു ചെയറിൽ കെട്ടിയിട്ടേക്കാണ്. പതിയെ മുന്നിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറകിലൂടെ ആരോ വന്ന് ടെറിയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി. അപ്പോൾ അവന്റെ ഭാര്യയെ വെച്ച് നമ്മുടെ ടെറിയെ ആ ഒരു കൊലയാളി എന്തായാലും പിടിച്ചതാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയും ബുള്ളോക്കും ടെറിയുടെ കാർ ലൊക്കേഷൻ മനസ്സിലാക്കി അവിടേക്ക് വരുന്നു. അതുമല്ല ബാക്കപ്പ് ടീം വരുന്നത് വരെ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് നമ്മുടെ ഹീറോ പറയും. കാരണം ഇതിനു മുന്നേ തന്നെ അവന്റെ ഒരു പാർട്ണർ മരണപ്പെട്ടല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ ബുള്ളോക്കിനെ സംഭവിക്കരുത് എന്നുള്ള രീതിയിലാണ് ഹീറോ ഇപ്പോൾ പറയുന്നത്. അപ്പോഴേക്കും ബുള്ളോക്കാണെങ്കിലും നമ്മുടെ ഹീറോയുടെ ഒരുപാട് കാര്യങ്ങൾ അവൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞിട്ട് അവന് ചെറിയ രീതിയിൽ ഒരു മോട്ടിവേഷനും കൊടുത്ത് അവനെ വിളിച്ചിപ്പോ ടെറിയുടെ അടുത്തേക്ക് പോകാൻ പോവാണ്. ഇനിയാണ് ആക്ഷൻ. അങ്ങനെ ഇവർ 2 പേരും തോക്കുമായിട്ട് നേരെ ആ ഒരു ഫാക്ടറിക്കകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇതാണ് മാത്യു എന്ന് പറഞ്ഞ ആ ഒരു സീരിയൽ കില്ലർ. ഓക്കെ അവനെ കാണുന്നത് ഇവർ ചോദിക്കും ടെറി അവന്റെ ഭാര്യ എന്തേ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് പറയുമ്പോൾ മാത്യുവിനാണെങ്കിലോ ഒട്ടും പേടിയില്ല. അവനൊരു കത്തി എടുത്ത് സ്വയം അവന്റെ കഴുത്തിലേക്ക് തന്നെ വെക്കുകയാണ്. അപ്പോൾ ബുള്ളോക്ക് ചോദിക്കും ശരി നിനക്കിപ്പോൾ എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ ആ ഹൈസ്കൂളിൽ വെച്ച് അവന് നടന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെപ്പറ്റി അവളോട് ഇങ്ങനെ പറയാണ്. അതുമല്ല നമ്മുടെ മാത്യു കുറച്ച് വിക്കിയാണ് സംസാരിക്കുന്നത്. അന്ന് ആ ഒരു എലി കടിച്ച് മാത്യു അലറി വിളിക്കുന്ന ആ ഒരു സമയത്ത് ഇവർ 4 പേരും മാത്ത് റാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരുപാട് കളിയാക്കി പറഞ്ഞിരുന്നു. ആ ഒരു കാര്യമാണ് മാത്യുവിനെ ഒരു സൈക്കാട്രിക് ലെവലിൽ ബാധിച്ചിരുന്നത്. അതുപോലെ അവന്റെ ടീഷർട്ട് പൊക്കിയിട്ട് അവന്റെ വയറിലുള്ള ആ ഒരു മുറിവിന്റെ പാടുണ്ടല്ലോ അതിങ്ങനെ കാണിക്കും. എന്നിട്ട് പറയും എന്നെ അങ്ങനെ തന്നെ വിട്ടിട്ട് പോയ അവരെ 4 പേരെ ഞാൻ എന്തിനു വെറുതെ വിടണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും നിന്റെ വേദന എന്താണെന്ന് ഞങ്ങൾക്കറിയാം, നിനക്ക് എന്തായാലും ക്ഷമിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാത്യു എന്തായാലും ഇവരെ 4 പേരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്, അല്ലാതെ വേറെ ആരെയും അവൻ എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നമ്മുടെ കേറ്റിയെ കുത്തിയത് ആ ഒരു കേസ് അവൾ അന്വേഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് ഓഫ് ചെയ്യാൻ വേണ്ടി അവൻ കുത്തിയത്. അതുപോലെ കേറ്റീനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കേസ് എന്തായാലും നമ്മുടെ ടെറി ഏറ്റെടുത്ത് മാത്യുവിനെ അന്വേഷിച്ച് വരുമെന്ന് അവന് നല്ലതുപോലെ തന്നെ അറിയാം. അതുപോലെ നമ്മുടെ കേറ്റിയെ കൊല്ലാനായിട്ടുള്ള ഉദ്ദേശിച്ചത് വെറുതെ കത്തി കൊണ്ട് അവൾക്കൊരു മുറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. അതുപോലെ കേറ്റിയെ കുത്തിയിട്ട് പോകുന്നതിന് മുന്നേ അവൻ എമർജൻസിക്കും കോൾ ചെയ്തിരുന്നു.
അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നതും ഇപ്പൊ നമ്മുടെ ഹീറോ പറയും ശരി, ടെറി ചെയ്ത ആ ഒരു കുറ്റത്തിന് അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാം, അവനെ വെറുതെ വിട്ടുവിടുമെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അത് മാത്യു സമ്മതിക്കത്തില്ല. ഇവിടെയാണ് നമ്മുടെ മാത്യു അടുത്ത കുറച്ച് ടെസ്റ്റുകൾ പറയുന്നത്. ഈ സൈക്കാട്രിക് വാർഡിലിരുന്ന സമയത്ത് മാത്യുവിനെ ഒരിക്കലും വെളിയിൽ വിടരുതെന്ന് ടെറി അവിടെ വന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞവനെ ജയിലിൽ കൊണ്ടുപോകാൻ കാരണവും ടെറിയാണ്. അതുപോലെ അതെ, ഈ ഒരു എലിയെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു കെമിക്കൽസ് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഡോക്ടറിൽ നിന്നാണ് നമ്മുടെ മാത്യു മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവരോടുള്ള ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ജയിലിൽ നിന്ന് തന്നെ പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്റെ ജീവിതം നശിപ്പിച്ചവരെ എനിക്ക് കൊല്ലണം, അത് കണ്ട് എനിക്ക് ആസ്വദിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ബുള്ളോക്ക് പറയും ശരി, ഇത്രയും നേരം കഥ പറഞ്ഞതൊക്കെ മതി, ഇപ്പോൾ ടെറി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അടുത്തുള്ളൊരു റൂം ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. അപ്പോഴേക്കും ബുള്ളോക്കാണെങ്കിലും നേരെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അകത്ത് ടെറി കിടക്കുന്നു. അവന്റെ വയറിൽ ആ ഒരു ബക്കറ്റ് കെട്ടിയിട്ടുണ്ട്. ടെറി ആണെങ്കിൽ ഇപ്പോ ഒരുപാട് രക്തം പോയിട്ട് ടെറി മരിക്കാറായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. ബുള്ളോക്കാണെങ്കിൽ അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലും മാത്യുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു കത്തി വാങ്ങി താഴെക്കിടും. അപ്പോൾ ഇത്രയും ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ മാത്യുവിനും അവൻ എല്ലാവരോടും ആ ഒരു പ്രതികാരം ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു തൃപ്തി അവനുണ്ട്. അതുപോലെ അതെ, ടെറിയുടെ വൈഫിനെ അവൻ എന്തായാലും ഒന്നും ചെയ്തു കാണത്തില്ല. കാരണം ഇവർ 4 പേരോട് ആ ഒരു റിവഞ്ച് തീർക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്യുവിന്. എന്നിട്ട് മാത്യു ഹീറോയോട് പറയും ശരി, എന്നെ നീ ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ ഹീറോ പറയും ഇല്ല, നീ ഇതിനെല്ലാം ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവന്റെ തോക്ക് ഉള്ളിലേക്ക് വെക്കുന്നതും മാത്യു ഒരു തോക്ക് ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് പെട്ടെന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ബുള്ളോക്ക് വന്ന് മാത്യുവിനെ ഷൂട്ട് ചെയ്ത് അവനെ അങ്ങ് കൊല്ലുകയും ചെയ്യാണ്. അപ്പോൾ ഹീറോ ബുള്ളോക്കിനോട് ചോദിക്കും ശരി, ടെറിക്ക് എന്താ സംഭവിച്ചേ? ഒരുപാട് രക്തം പോയിട്ട് അവൻ മരണപ്പെട്ടു. മാത്യുവിനെ അറസ്റ്റ് ചെയ്ത് അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, അത് നടന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹീറോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബുള്ളോക്ക് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നത്. അതുകൊണ്ട് എന്തായാലും മാത്യുവിന്റെ പ്ലാൻ നടന്നു. അതുമല്ല, ഇവരെല്ലാവരെയും കൊന്നതിന് ശേഷം അവന് സ്വയം മരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഹീറോയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും അവൻ തോക്കെടുത്തത്. പോലീസ് തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തോക്ക് അവൻ പുറത്തേക്ക് എടുത്തത്. അതും സക്സസ് ആയിട്ട് നടന്നു. അങ്ങനെ ഈ ഒരു കേസ് അവസാനിക്കുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ ഇതിൽ ആരുടെ പക്ഷത്താണ് ന്യായം? ഞാൻ ഈ ഒരു മൂവി കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വില്ലനോടാണ് കുറച്ച് സഹതാപം തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യുക. ജസ്റ്റ് ഒരു മൂവിയാണ്, ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. അതിൻ്റെതായിട്ടുള്ള അഭിപ്രായം മാത്രം കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.